അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് നിൽക്കാൻ വന്നതാട്ടോ. നമ്മൾ ഈ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അലാറമൊക്കെ ഓഫാക്കിയിട്ട് കുറേ നേരം രാവിലെ പുതച്ച് മൂടി ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കില്ലേ. ആ ഒരു ചിന്തയോടെ തന്നെയാണ് ഞാൻ രാത്രി കിടന്നതെങ്കിലും കറക്റ്റ് എണീക്കുന്ന ടൈമിൽ ഞാൻ രാവിലെ എണീച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ചൂട് ചായയൊക്കെ പിടിച്ചിട്ട് ബാൽക്കണിയിലൊക്കെ വന്നിരുന്നു, ബാൽക്കണിയില്ല, സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നിട്ട് ആ പച്ചപ്പിലേക്ക് നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വിചാരിക്കുന്നില്ല, എങ്കിലും ഒരു മിസ് ചെയ്യുന്ന കാര്യമാണ് അത്. നമ്മൾ രാവിലെ എണീറ്റിട്ട് ചായയൊക്കെ പിടിച്ചിട്ട് ഉമ്മറത്ത് വന്നിരിക്കൽ, ആ പ്രകൃതി ആസ്വദിക്കലൊക്കെ നമുക്ക് നടക്കാത്തൊരു കാര്യമായിട്ടുണ്ട്. ഇപ്പം എന്താ നീറ്റിട്ടുണ്ടെങ്കിൽ വേഗം വീട് അടുക്കളയിലേക്കാണ്, പിന്നെ ചോറ് കറി ഇതൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നേരെ ഉച്ചയായിട്ടുണ്ടാവും. മക്കളെ പറഞ്ഞയക്കലും ചെറുതിനെ നോക്കലൊക്കെ ആയിട്ട് നമ്മൾ നഷ്ടപ്പെടുന്ന നമ്മുടേതായിട്ടുള്ള കുറച്ച് ടൈമില്ലേ, അതൊക്കെ ഒന്ന് എത്തിപ്പിടിക്കാൻ കഴിയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെത്തുമ്പോഴല്ലേ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കസിൻസൊക്കെ വന്നു, അനിയത്തി ഹസ്ബൻഡൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ ദേ അമ്മേൻ്റെ വലിയച്ഛൻ്റെ വീടാട്ടോ ഇത്. ഇവിടെ ഫുൾ ഓരോ തവണ വരുന്തോറും അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് അവരെ തന്നെ വരുത്തിക്കൊണ്ട് നിൽക്കും. ഇപ്പോൾ ചെറിയ ഹട്ടൊക്കെ ഉണ്ടാക്കി നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ വൈബാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മൾ നീന്തൽ അറിയാത്തതുകൊണ്ട് ആ സൈഡിൽ അങ്ങനെ തട്ടിമുട്ടി നിന്നു. മറ്റവരൊക്കെ നല്ല ലാവിഷായിട്ട് നീന്തി കളിച്ചു. എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഫാമിലി മൊത്തമായിട്ട് ഇറങ്ങിയിട്ട് നല്ല രസമാണ് കേട്ടോ, കളിയും ചിരിയൊക്കെ ആയിട്ട്. ഇത്തവണ ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞ് ഇത് റിച്ച് ഫുള്ളായിട്ട് അവർ കുറച്ച് ദിവസമായിട്ട് നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവന് ഭയങ്കര പേടിയായിരുന്നു. ഇത് പിന്നെ ട്യൂബ് ഉള്ളതുകൊണ്ട് ബോസ് ഇതാ ഈ രണ്ട് മാമന്മാരാണ് അവൻ്റെ കട്ട ചങ്ങായിമാർ. നമ്മൾ എന്ത് ചെയ്യേണ്ടെന്ന് വേണോ അതാണ് അവർ ചെയ്യുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ബൈ.